സോറി അച്ഛൻ, സോറി, ഞാൻ മറന്നുപോയതാ. 26, 27, 29. ഓ, അതിനിടയിൽ 28 മറന്ന്. ഇത് തന്നെ സീറ്റ്. ഞാൻ ഇവിടെയല്ലേ ഇരുന്നത്? ഇവിടെ ആയിരിക്കോ? ഇവിടെ തന്നെയാണ്. ഇയാൾ ഈ ക്യാബിനിലല്ലല്ലോ ഇരുന്നിരുന്നത്. ഞാനൊരു സായിപ്പിന്റെ കൂടെ ഇരുന്നേച്ച്. അല്ല സായിപ്പേ, അല്ല സായിപ്പ മദാമേ. ഓ മദാമ. ഞാനത് മൊത്തത്തിലങ്ങ് മറന്നുപോയി. എന്നെ എല്ലാവരും മറവിമത്തായി എന്നാ വിളിക്കണ. മറവിമത്തായോ? മറവിയല്ല, മറവി. അപ്പനും അപ്പാപ്പനും ഒക്കെ ആയിട്ട് വലിയ മറവിക്കാരായിരുന്നു. അതുകൊണ്ട് എന്നെയും മറവിമത്തായി എന്നാ വിളിക്കുന്നത്. പക്ഷെ എനിക്ക് അങ്ങനെ മറവിയൊന്നുമില്ല കേട്ടോ. അത് എന്റെ കണ്ണാടിയുടെ പോയി. ചേട്ടൻ കണ്ണാടിയാണോ നോക്കുന്നത്? എടുത്താ? ഞാൻ മറന്നുപോയി. What is this? This is my mother's ashes. Oh. മദറിന്റെ ചിതാഭസ്മം. It's a custom to be bringing her ashes back to the place where she used to live. Oh, this is a beautiful custom. Beautiful custom. We don't have like this. Yes. എങ്ങോട്ടാ? ഞാൻ ശിവപുരത്തേക്കാ. ശിവപുരത്തേക്കാ? ശിവപുരോ? അതെ, അവിടെ ശിവക്കാവില് നിറയെ വിളക്കുകൾ എത്തിച്ചിട്ട് തറവാട്ടിൽ അമ്മയുടെ അസ്ഥിക്കലശം സ്ഥാപിക്കണം. അമ്മയുടെ ആഗ്രഹമായിരുന്നേ. അത് കഴിഞ്ഞ് ഞാൻ തിരിച്ച് അമേരിക്കയിലേക്ക് പോകും. Oh, you're from America? Yeah, I'm in San Francisco. Where? Sunnyvale. I have a job going in Silicon Valley. Oh. San Francisco's key to ശിവപുരം സിറ്റി. ഭൂതങ്ങളും പ്രേതങ്ങളും ഇപ്പോഴും അലഞ്ഞു നടക്കുന്ന സ്ഥലവാ ശിവക്കാവ്. അമ്മ പറഞ്ഞ് കേട്ടിട്ടുണ്ട് ഇതുപോലെ കുറെ കഥകള്. ശിവക്കാവില് കാലങ്ങളായി ആരും വിളക്ക് വയ്ക്കാൻ ധൈര്യപ്പെട്ടിട്ടില്ല. അതെന്താ? ദിഗംബരൻ മഹാമാന്ത്രികൻ അവൻ ആഭിചാരം നടത്തുന്ന സ്ഥലവാ. ദുർമന്ത്രവാദവും ചോരക്കുരുതിയും ഒക്കെ. ഓ, ബ്ലാക്ക് മാജിക്. ഇൻട്രസ്റ്റിംഗ്. Black magic? Black magic. Thousands of years. Kerala. Black magic country. Mulkan. ശിവപുരം also black. ഞാൻ ശിവപുരത്തേക്കാ. എന്റെ കൂടെ വന്നോളൂ, ഞാൻ വഴി കാണിച്ചു തരാം. താങ്ക് യു. കർത്താവ്. ചേട്ടാ, എനിക്ക് ശിവക്കാവ്. അല്ല ചേട്ടാ, അതെ എനിക്ക് മാടമ്പിത്തറവാട്ടിലേക്കുള്ള. ഹലോ, എനിക്ക് വഴിയറിയില്ല ചേട്ടോ. മിസ്റ്റർ മത്തായി, ഒന്നേ. അത് കൊള്ളാം. വഴി പറഞ്ഞാന്ന് പറഞ്ഞിട്ട്. വഴിയാ? ഏത് വഴി? മാടമ്പിയിലേക്കുള്ള വഴി. മാടമ്പിയിലേക്കുള്ള വഴിയാ? അത് ഈ വഴി, ശിവക്കാവ് കടന്നിട്ടുള്ള വഴി. ഈ സമയത്ത് ആരെങ്കിലും അവിടെ പോവോ? അല്ല അതെ, ഹലോ ചേട്ടാ. അല്ല അതെന്താ? അതെന്താന്നാ? കഴിഞ്ഞ അമാവാസി രാത്രിയില് 11:25, 11:28 ശങ്കരന്റെ തല ചെളിവെള്ളത്തിൽ കിടന്ന് വിരളണത് ഞാൻ കണ്ടു. പേടിപ്പിക്കില്ല ചേട്ടാ. എനിക്ക് പേടിയൊന്നുമില്ല. വഴി അങ്ങോട്ടാ. അവസാനം ഈ മറവിമത്തായി മറവിമത്തായി മറന്നില്ല എന്ന് പറയണ്ട. ഇതിലെ പോയാ മതി. ഞാൻ ആ മറിയനെ കണ്ടിട്ട് ഇപ്പൊ വരാം. സൂക്ഷിച്ചു പോണേ, ചുണ്ണാമ്പ് വെച്ചാ കൊടുക്കണ്ട. വെരി ഇൻട്രസ്റ്റിംഗ്. പേടിച്ചുപോയി. ചേട്ടാ, ഈ മാടമ്പിയിലേക്കുള്ള വഴി ഏതാ? ശിവക്കാവ് വഴി പോയാ എളുപ്പം എത്തും. ഓ, താങ്ക്സ്. പക്ഷെ മനുഷ്യരാരും ഈ സമയത്ത് ആ വഴി പോകാറില്ല. അതെന്താ? നേരെ ഇരുട്ടിക്കഴിഞ്ഞ അങ്ങനെയാ.
ഓ ഐ സി. കാണുന്നവരെല്ലാം മനുഷ്യരാണോ ആത്മാക്കളാണോ എന്ന് തിരിച്ചറിയാനും പ്രയാസമാണ്. പേടിപ്പിക്കില്ല ചേട്ടാ. ചോര. ഈ മാടമ്പിയിലേക്കുള്ള വഴി ഇനി ആരോടാ ചോദിക്കുക? അമ്മയാണ് ഓരോ പഴങ്കഥകൾ പറഞ്ഞ് പേടിപ്പിച്ച് വെച്ചിരിക്കുക. ഇപ്പൊ ഓരോന്ന് കാണാനും തുടങ്ങി. ശങ്കരന്റെ തല തേങ്ങയ്യ. ബ്ലഡി ഹെൽ. ഞാൻ ഇയാളെ എവിടെയോ കണ്ടിട്ടുണ്ട്. പേടിക്കാനൊന്നുമില്ല, മുഖത്ത് മരുന്ന് കളിച്ചിട്ടുണ്ട്. ആളിപ്പോ നല്ല സുഗന്ധിദ്രയില. ഏതായാലും വഴിയറിയാതെ വന്ന ആളാ. അല്ലെങ്കിൽ അസമയത്ത് ശിവകാവി കയറുമോ? അതും വെള്ളിയാഴ്ച സിദ്ധയോഗികളുടെ ആത്മാവ് പൂജക്കിറക്കുന്ന ദിവസം. വെറുതെ കോംപ്ലിക്കേറ്റ് ചെയ്യില്ലേ? ഈ യക്ഷി ആത്മാവിനെ ഒന്നും കസ്റ്റഡിയിൽ എടുക്കാൻ പറ്റില്ല. ഇത് യക്ഷി ആത്മാവൊന്നല്ല, അധികം വരണ. അയ്യോ, ഈ കുട്ടിയല്ലേ തട്ടിക്കൊണ്ടുപോയി നിങ്ങൾ പറഞ്ഞത്? അതെ. ഓ, പിന്നെയും കോംപ്ലിക്കേഷൻ. തട്ടിക്കൊണ്ടുപോയെന്ന് പറയുന്ന കുട്ടിയല്ലേ ഈ നിൽക്കുന്നത്? ഈ കുട്ടിയുടെ മൈൻഡാ കിഡ്നാപ്പ് ചെയ്തത്. ഇത് വെറും ബാഡി. ദിഗംബരന്റെ പോക്കറ്റിലെ ഈ കുട്ടിയുടെ മനസ്സ്. രാത്രിയിൽ ഇരട്ട ഇറങ്ങി അങ്ങ് നടക്കും, പകലാണെങ്കിൽ ഓർമ്മയുമില്ല. ദേ, ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ബുദ്ധിമുട്ടാവും. മനസ്സ് തട്ടിക്കൊണ്ടുവെന്ന് പറഞ്ഞ് ദിഗംബരനെ അറസ്റ്റ് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല, പറ്റില്ല, പറ്റിയിട്ടില്ലല്ലോ. അതിനുള്ള ധൈര്യം ഈ നാട്ടിൽ ഏതെങ്കിലും പോലീസുകാരനുണ്ടെങ്കിൽ ഈ നാട് എന്നേ രക്ഷപ്പെട്ടെന്നെ. നീ ഒന്ന് പോടാ വീട്ടിലേക്ക്. ഒരു അഭിപ്രായക്കാരൻ വന്നിരിക്കണം. അവൻ അവിടെ നിന്നോട്ടെ. നിങ്ങൾ തമ്മിൽ ജനറേഷൻ ഗ്യാപ്പ് ഉണ്ട്. ഇയാളെ ദിഗംബരൻ ചതിച്ചതാ. അവന്റെ മണം എനിക്ക് തിരിച്ചറിയാം. പേടിക്കണ്ട പേടിക്കണ്ട, കണ്ണു കാണാത്ത ഊമയാ. ഞാൻ എവിടാ? ശിവകാവിന്ന് കിട്ടിയതാ നിങ്ങളെ. ബോധമില്ലാതെ കിടക്കായിരുന്നു. വീട്ടിലെ ഞാൻ അവനെ കഴിഞ്ഞത് എന്തെങ്കിലും ഓർക്കാൻ കഴിയുന്നുണ്ടോ? ഒരു സ്ത്രീ. എനിക്ക് മാടമ്പിയിലേക്കുള്ള വഴി ആരെങ്കിലും പറഞ്ഞുതരാ? മാടമ്പിയിലേക്കുള്ള വഴിയോ? മാടമ്പിയിലേക്കോ? മാടമ്പിയിലേക്കുള്ള വഴി പറഞ്ഞു തന്നാ മതി. ഇതെങ്ങനെ? എന്റെ അമ്മേ, കറങ്ങിത്തിരിഞ്ഞങ്ങനെ എത്തി. അപ്പൊ ഇതാണ് മാടമ്പിത്തറവാട്. ആരാ? ഒന്ന് പിടിച്ചേ. ആരാ? ഇത് മാടമ്പിത്തറവാടിലെ മഹാമാന്ത്രികൻ മാധവ ഗുരുക്കൾ.
ഇത് കാർത്തിയാനി അമ്മ. ഒന്ന് പറയാ, ആരാ കുട്ടിയെ? ഒന്ന് മാറിക്കേ. ആരാ? എന്താ ഇത്? ഇത് സേതുവിന്റെ കൂടെ ഒളിച്ചോടിയ ഗായത്രി ദേവി. മനുഷ്യനെ ഭ്രാന്ത് പിടിപ്പിക്കാതെ ആരാന്ന് പറയൂ കുട്ടിയെ. ടെൻഷൻ അടിക്കാതെ രാമണി നേരെ. പക്ഷേ നങ്ങേലി മുത്തശ്ശിയുടെ പടം മാത്രം കാണാനില്ലല്ലോ. ഇത് നങ്ങേലി മുത്തശ്ശി. ആരാ? ഞാൻ ആരാണെന്ന് മുത്തശ്ശിക്ക് പറയാം. നിന്റെ കണ്ണും മൂക്കും സംസാരവും ചിരിയൊക്കെ കാണുമ്പോ എന്റെ മനസ്സ് പറയണു എന്റെ ഗായത്രി കുഞ്ഞിലുണ്ടായ മോനാണെന്ന്. രാസ്നാദിപ്പൊടിയിൽ എന്തൊക്കെയോ മരുന്നുകൾ ചേർത്തിരിക്കണു. ഭദ്ര, നീരിളക്കത്തിന് നല്ലതാത്രേ. ആയിരിക്കും. നല്ല കൈപ്പുണ്യമുള്ള കൈയല്ലേ അവളുടെ. ഒന്ന് സൂക്ഷിച്ചു നോക്കിയാട്ടെ, ആളെ മനസ്സിലായി നോക്കാം. നമ്മുടെ ഗായത്രിയുടെ മകനാ. എന്റെ ഗായത്രിയുടെ. ഗായത്രിയുടെ മോനോ? അതെ, അനന്ത. ഗായത്രി അമ്മ വരില്ല. എനിക്കറിയാം അവള് വരില്ലാന്ന്. എന്നാലും കാലം കഴിയാൻ പോണ ഞങ്ങളെ പോലെയുള്ളവർ ഇവിടെ ഉണ്ടെന്നുള്ളത് ഓർത്തില്ലല്ലോ അവള്. അതമ്മാവ, രഥോത്സവത്തിന് ദേവിയാക്കാൻ പട്ടുടുപ്പിച്ച് നിർത്തിയതാണ് അവളെ. ആ രൂപ ഇപ്പോഴും കണ്ണീന്ന് വാങ്ങിയിട്ടില്ല. എന്നിട്ടിപ്പോ തുടങ്ങി അവന്റെ ഒരു പഴംപുരാണം. എന്റെ കൈ പിടിച്ച് ഇവിടെ വന്ന് എല്ലാരെയും കാണണമെന്നായിരുന്നു അമ്മയുടെ ആഗ്രഹം. പക്ഷേ എല്ലാം പെട്ടെന്നായിരുന്നു. ശിവക്കാവിൽ അസ്ഥികലശം വെച്ച് എല്ലാ ചടങ്ങുകളും നടത്തി തറവാട്ടിൽ കലശം സ്ഥാപിക്കണമെന്ന് പലപ്പോഴും പറഞ്ഞിരുന്നു അമ്മ. ഭാഗ്യം ചെയ്ത കുട്ടിയാവള്. സ്നേഹിച്ച ആളോടൊപ്പം ജീവിക്കാൻ കഴിഞ്ഞില്ലേ. അമ്മയുടെ ഈ മുറി തന്നെ വേണമെന്ന് പറഞ്ഞുകൊണ്ടാ ഇത് തുറന്നു തന്നത്. അപ്പുറത്ത് വലിയ സൗകര്യമുള്ള വേറെ മുറികളുണ്ടേ. ഓ, എനിക്ക് ഈ മുറി തന്നെ മതി രാമണ്യേട്ട. ആയിക്കോട്ടെ. ഗായത്രി അമ്മയ്ക്ക് ശേഷം ഇത് സുഭദ്രക്കുഞ്ഞിന്റെ മുറിയായി. അതിനുശേഷം ആരും ഇതിനകത്ത് കയറാറില്ല. പിന്നെ വർഷത്തിലൊരിക്കൽ മേടത്തിലെ കാർത്തികയ്ക്ക് ഭദ്രമോള് മുറി തുറന്ന് ചന്ദനത്തിരിയും വിളക്കും കത്തിക്കും. ഭദ്ര അതെടുത്ത് വായിച്ചോ. ഭദ്രക്കുഞ്ഞെഴുതിയ കഥകളാണെന്നാ തോന്നുന്നത്. കാർത്തിക നാളില് അമ്മയും അമേരിക്കയിലെ ഫ്ലാറ്റിൽ എല്ലായിടത്തും വിളക്ക് കത്തിച്ചു വെക്കുമായിരുന്നു. ആണോ? ദീപം നാടിന്റെ ഐശ്വര്യമാണെന്നാ അമ്മ പറയാറ്. അച്ചിട്ടാ